ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മൈക്രോബയോളജിയിലത്തെ സൂപ്പർഫിഷ്യൽ മൈക്കോസിസിലെ ടീനിയ വെർസിക്കോളറിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടീനിയ വെർസിക്കോളർ അല്ലെങ്കിൽ പിട്രിയാസിസ് വെർസിക്കോളർ എന്ന് പറയാം. അപ്പോൾ ടീനിയ വെർസിക്കോളർ ഇതിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് അതിൻ്റെ ഏതാണ് കോസറ്റീവ് ഓർഗാനിസം, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ലബോറട്ടറി ഡയഗ്നോസിസും പിന്നെ ലാസ്റ്റായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടീനിയ വെർസിക്കുലറിൽ അറിയേണ്ടത്. ആദ്യമേ തന്നെ അതിൻ്റെ കോസറ്റീവ് ഓർഗാനിസം എന്താണെന്ന് നോക്കണം. അതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ എന്താണ് ടീനിയ വെർസിക്കുലർ? ഇറ്റ് ഈസ് കോസ്ഡ് ബൈ മലസീസിയ ഫർഫർ. എവിടെയാണ് കോസ് ചെയ്യുക? സ്കിന്നിൻ്റെ സൂപ്പർഫിഷ്യലായിട്ടുള്ള സ്ട്രാറ്റം കോർണിയത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു ക്രോണിക് റെക്കറൻ്റ് ആയിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ കോസറ്റീവ് ഓർഗാനിസം മനസ്സിലായി, മലസീസിയ ഫർഫറാണ്. ഇനി അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസിലോട്ട് പോകും. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ പറയുമ്പം ഇത് ഫസ്റ്റ് ഓഫ് ഓൾ റൗണ്ടായിട്ടുള്ള ലീഷൻസ് ആയിരിക്കും, റൗണ്ട് സ്കെയിലി ലീഷൻസ് ആയിരിക്കും. അത് ഹൈപ്പോ പിഗ്മെൻറ്റഡും ആവാം, പിന്നെ അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റഡും ആവാം. ഹൈപ്പോയും ഹൈപ്പർ പിഗ്മെൻറ്റഡും ആവാം. പിന്നെ അതുപോലെ തന്നെ ഇത് നോൺ ഇൻഫ്ലമേറ്ററിയും നോൺ പ്രൂറൈറ്റിക്കുമാണ്, അതായത് ചൊറിയൊന്നുമില്ല. പിന്നെ ഇത് അധികം എവിടെ കണ്ടുവരിക? നമ്മുടെ ഹ്യൂമിഡ് ആയിട്ടുള്ള റീജിയൻസ് നമ്മുടെ ബോഡിയിലത്തെ. പിന്നെ എവിടെയാണ് സെബേഷ്യസ് ഗ്ലാൻസ് ഒരുപാട് കൂടുതലായിട്ടുള്ളത്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നെക്ക്, പിന്നെ അതുപോലെ തന്നെ അപ്പർ ആം, പിന്നെ ചെസ്റ്റ്, ഇവിടെയൊക്കെയാണ് ഈ ഇൻഫെക്ഷൻ അധികം വരിക. പിന്നെ നമുക്ക് വിറ്റിലിഗുമായിട്ട് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഈ ടീനിയ വെർസിക്കുലർ സ്കെയിലിയാണോ നോക്കിയാൽ മതി, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ അതർ മാനിഫെസ്റ്റേഷൻ പറയുമ്പം ഇപ്പോൾ സബോറിക് ഡെർമറ്റൈറ്റിസ് അതെന്ന് പറയുമ്പം നമ്മളെ ഒരു എറിത്രോമാറ്റസ് ആയിട്ടുള്ള ലീഷനാണ്, അതായത് ഡാൻഡ്രഫ് ഇൻ അഡൽട്ട്സ്, പിന്നെ ക്രാഡൽ കപ്സ് ഇൻ ബേബീസ്, അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എയ്ഡ്സ്, അവർ HIV അങ്ങനത്തെ പേഷ്യൻസൊക്കെ കുറച്ചും കൂടി സീരിയസ് മാനിഫെസ്റ്റേഷൻ കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അറ്റോപിക് ഡെർമറ്റൈറ്റിസ്, ഫോളിക്കുലൈറ്റിസ്, ഡിസെമിനേറ്റഡ് ഇൻഫെക്ഷൻസ്, ഇതാണ് ഇതിൻ്റെ അതർ മാനിഫെസ്റ്റേഷൻ. ഇനി ലബോറട്ടറി ഡയഗ്നോസ് പറയാം. ലബോറട്ടറി ഡയഗ്നോസ് പറയുമ്പം തീർച്ചയായിട്ടും ഏതാണ് അത് നമ്മൾ സ്പെസിമെൻ എന്താണെന്ന് പറയണം. സ്പെസിമെൻ കളക്ഷൻ ഏതാണ്? സ്കിൻ സ്ക്രേപ്പിങ്സ് ആണ്. ഈ സ്കിൻ സ്ക്രേപ്പിങ്സിനെ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് എക്സാമിനേഷനാണ്. ഡയറക്റ്റ് എക്സാമിനേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ്. ഇത് 10% ഉപയോഗിക്കാം, 20% ഉപയോഗിക്കാം. പക്ഷേ അത് വേറെ കേസിൽ 20% ഉപയോഗിക്കില്ല. ഈ കേസിൽ നമുക്ക് 10% മതി, KOH. അപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഡയറക്റ്റ് എക്സാമിനേഷനിൽ ഇതിൻ്റെ ബഡ്ഡിങ് സെൽസും പിന്നെ ഹൈഫയാണ് മാനിഫെസ്റ്റ് ചെയ്യുക, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് എങ്ങനെ ഉണ്ടാവുക? സ്പെഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസ് ആണ് ഉണ്ടാവുക. സ്പെഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസ്. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് എക്സാമിനേഷൻ. ഇനി രണ്ടാമത്തത് നമ്മൾ കൾച്ചർ മീഡിയത്തിൽ ഇടാൻ പോവുക. ഫംഗസ് ആണ്. അപ്പം SDA ആണ് കൾച്ചർ മീഡിയം. കൾച്ചർ മീഡിയത്തിൽ ഇത് ഒരു ലിപ്പോഫിലിക് ഫംഗസാണ്, ഈ ടീനിയ മലസീസിയ ഫർഫർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒലിവ് ഓയിലും ആഡ് ചെയ്യണം SDAയിലോട്ട്. എന്നിട്ട് നമ്മൾ 32 to 35 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 to 7 days ഇടുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫ്രൈഡ് എഗ് അപ്പിയറൻസ് കാണും, അതാണ് കൾച്ചർ മീഡിയം. പിന്നെ അതുപോലെ തന്നെ യൂറിയേസ് ടെസ്റ്റിൽ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. പിന്നെ ലാസ്റ്റ് വൺ വുഡ് ലാമ്പ് എക്സാമിനേഷൻ. അതെന്ന് വെച്ചാൽ ഒരു ഫ്ലൂറോസെൻസ് ടെസ്റ്റാണ്. അതിൽ ഗോൾഡൻ യെല്ലോ ഫ്ലൂറോസെൻസ് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാബ് ഡയഗ്നോസിസ്. ഇനി അടുത്തത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സെലീനിയം സൾഫൈഡ് അടങ്ങിയ ഷാമ്പു, പിന്നെ കീറ്റോകോണസോൾ, ഇതൊക്കെ 2 weeks അഡ്മിനിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യമേ ഞാൻ പറഞ്ഞു ക്രോണിക് റെക്കറൻ്റ് ആയിട്ടുള്ളൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ ടീനിയ വെർസിക്കുലർ കംപ്ലീറ്റ് ആയി. അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, ലബോറട്ടറി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. താങ്ക് യു.